റീസെൻസറിംഗ് കഴിഞ്ഞ എമ്പുരാൻ റീ എഡിറ്റിംഗ് പതിപ്പ് വ്യാഴാഴ്ചയോടെ തിയേറ്ററുകളിലെത്തും. ആദ്യം 30 മിനിറ്റിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപരംഗങ്ങൾ കുറയ്ക്കും. കേന്ദ്ര സർക്കാരിനെതിരെയായവരെ ദേശീയ ഏജൻസി കേസിൽ എടുക്കുന്നതിനായി കാണിക്കുന്ന ഭാഗങ്ങളിലും ചില മാറ്റങ്ങൾ വരുത്തും. സൗബിൻ ഷാഹിർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപിച്ചു. തട്ടും വെള്ളാട്ടം എന്ന ചിത്രത്തിന്റെ പേര്. തെയ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന സിനിമയുടെ രചന കെ അഖിലും മൃദുലും ചേർന്നാണ് നിർവഹിച്ചിരിക്കുന്നത്. ബേസിൽ ജോസഫിനെ നായകനാക്കി നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന ചിത്രം മരണമാസിന്റെ പ്രൊമോ സോങ് പുറത്ത്. മനു മഞ്ജിത്തിന്റെ വരികൾക്ക് ഇലക്ട്രോണിക് കിളി സംഗീതം പകർന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് വിജയ് ആനന്ദാണ്. ചിത്രം വിഷു എന്ന തിയേറ്ററുകളിലെത്തും. അരുൺ കുമാർ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ചിത്രം വീരധീര സൂരൻ വിക്രമിന്റെ കംബാക്ക് എന്ന ആരാധകർ. ചിത്രത്തിൽ കേരളത്തിലും വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. വരും ദിവസങ്ങളിൽ ചിത്രം കേരളത്തിൽ നിന്നും വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരു വിക്രം സിനിമയ്ക്ക് കേരളത്തിൽ വലിയ വരവേൽപ്പ് ലഭിക്കുന്നത്. 6.65 കോടിയാണ് തമിഴ്നാട്ടിലെ സിനിമയുടെ 2 ദിവസത്തെ കളക്ഷൻ. ഷാഹിദ് കപൂറിനെ നായകനാക്കി റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്യുന്ന ബോളിവുഡ് ചിത്രം ദേവ OTT-യിൽ റോഷൻ ആൻഡ്രൂസിന്റെ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രമായിരുന്നു ദേവ. ജനുവരി 31-നാണ് തിയേറ്ററുകളിലെത്തുക. പ്രമുഖ പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ്.